ഇറാൻ്റെ മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ അധിനിവേശാക്രമത്തിന് അന്ത്യം കുറിക്കുമ്പോൾ ആ അക്രമത്തിൽ തകർന്ന് തരിപ്പണമായി പോകുമെന്നും കഴിയുമെങ്കിൽ വെനസ്വലയിൽ നിന്ന് എടുത്തതുപോലെ എണ്ണ ഊറ്റിയെടുത്ത് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കൂടി കിട്ടിയാൽ തൻ്റെ ലാഭക്കണ്ണുകൾക്ക് സുരക്ഷിതമാണെന്നും തൻ്റെ ശിങ്കിടികൾക്കും തൻ്റെ ആളുകൾക്കുമെല്ലാം വലിയ ലാഭകരമായ ബിസിനസ് ചെയ്യാമെന്നും വിചാരിച്ചിറങ്ങിയ ട്രംപിനെയും ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി രംഗത്തിറങ്ങിയ ഇസ്രയേലിനെയും അമ്പരപ്പിച്ചു ഇറാൻ എന്നാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു അവസാനിക്കുന്ന വേളയിൽ പലരും എഴുതിയിരിക്കുന്നത്. അതവർ പറഞ്ഞിരിക്കുന്നത് 5 പോയിൻ്റുകൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ സംഗതി നടന്നു എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, ആഭ്യന്തര ഭരണകൂടത്തിൻ്റെ സ്ഥിരതയും ഐക്യവും ദേശീയതയും ഇറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കെട്ടുറപ്പുള്ളതും ശക്തവുമാക്കി ഈ ഘട്ടത്തിൽ നിർത്താനായി എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങളെയും അമ്പരപ്പിച്ചൊരു കാര്യമായിരുന്നു. ഇറാൻ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ചേർന്ന് സൃഷ്ടിക്കുന്നതും അവരുടെ ചാരപ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതും വർഷങ്ങളായുള്ള ഉപരോധത്തിലൂടെയും സാമ്പത്തിക മാന്ദ്യത്തിലൂടെയും ഒക്കെ ജനങ്ങൾക്കുണ്ടായ അസ്വസ്ഥതകളടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യത്തിനുണ്ടായിരുന്നു. അമേരിക്കയും ഇസ്രയേലും വിചാരിച്ചത് ഈ ആക്രമണത്തോടുകൂടി അവിടെ രൂക്ഷമായ ആഭ്യന്തര കലാപം ഒക്കെ പൊട്ടിപ്പുറപ്പെടും എന്നാണ് വിചാരിച്ചതെങ്കിൽ ആയത്തുള്ള ഖാംനെയി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ കൊല്ലുകയും കൊട്ടാരത്തെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി അവിടുത്തെ ജനത ഒന്നടങ്കം സ്റ്റെബിലിറ്റിയോടെ കൺസിസ്റ്റൻസോടെ ഞങ്ങളെ എല്ലാവരെയും കൊന്നു തീർക്കാൻ പറഞ്ഞുകൊണ്ട് ആ രാത്രിയിൽ ഇറാൻ ഇല്ലാതാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച അതേ സമയം ടോർച്ച് ലൈറ്റും തെളിച്ചുകൊണ്ട് 10,000-കണക്കിന് സ്ത്രീകളാണ് തെരുവിലിറങ്ങിയത്. എവിടത്തേക്കെയോ വീഡിയോ കാണിച്ച് ആഭ്യന്തര കലാപം തുടങ്ങി, അവിടെ ഭയങ്കരമായ സംഗതികളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് പല ഗോസിപ്പുകളും പുറത്തു വന്നെങ്കിലും അതിനെ മുഴുവൻ അത്ഭുതകരമായി ഇറാൻ വിജയിച്ചു എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ കാര്യം, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടെന്ന പേരിൽ ഇറാൻ സൃഷ്ടിച്ച ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും സിറിയൻ സർക്കാരും ഇറാഖിലെ മിലിഷ്യകളും ഒക്കെ വളരെ സജീവ ഭാവത്തിൽ ഇടപെട്ട ഒരു യുദ്ധത്തിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത. ഇസ്രയേലും അമേരിക്കയും വിചാരിച്ചതുപോലെ അല്ലാതൊരു അസിമെട്രിക്കൽ വാർ, പല കോണുകളിൽ നിന്ന് പല രൂപത്തിൽ പലരെ അടിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ ആക്രമണങ്ങൾ നടത്തി പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സാന്നിധ്യത്തെ അവഗണിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന് പഴയ വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിങ്ങൾക്കവരോട് വിയോജിക്കാം, നിങ്ങൾക്കവരെ പിന്നെ യോജിക്കാം, പക്ഷേ നിങ്ങൾക്കവരെ അവഗണിക്കാനാവില്ല എന്ന് പറയുന്ന വാക്ക് അന്വർത്ഥമാകും വിധം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അത് മുഴുവൻ വളരെ ശക്തമായി നിലനിർത്താനായി എന്നുള്ളതാണ് ഇറാൻ്റെ വിജയത്തിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്നറിയോ? സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ ഒരു പ്രതിരോധം, ചെറുത്തുനിൽപ്പ് അത് ഇറാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത്ര വർഷത്തോളം ഉപരോധത്തിലായിരുന്ന ഒരു രാജ്യത്തെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ അതിന് ബദലായി ഒരു സാമ്പത്തിക സ്ഥിരതയുടെ, പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം ഇവിടെ വർക്കൗട്ട് ചെയ്യുമെന്ന് ഇറാൻ തെളിയിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഡോളർ മൂവ് ചെയ്യാതായപ്പോൾ ചൈനയുടെ യുവാനിൽ അവർ വിപണനം നടത്തി. അതുപോലെ തന്നെ റഷ്യയുടെ റൂബിളിൽ അവർ കാര്യങ്ങൾ നീക്കി. മിഡിൽ ഈസ്റ്റിലെ എല്ലാവരും വിചാരിച്ചിരുന്നത് അമേരിക്കൻ ഡോളർ ഇല്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനാവില്ല എന്നതാണ് അവിടുത്തെ ഒരാപ്തവാക്യമായി എല്ലാവരും സ്ഥാപിച്ചിരുന്നതെങ്കിൽ ഈ പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും കാലത്ത് ഇറാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുത്തി ഈ യുദ്ധവേളയിലും റഷ്യയ്ക്കും ചൈനയ്ക്കും ഓയിൽ വിറ്റ് തങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരു മിനിമം എക്കണോമിയെ ചലിപ്പിക്കാൻ അവർക്കായി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വിജയം, എബ്രഹാം അക്കോർഡ് എന്ന പേരിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും ഉത്ഭവം ഇബ്രാഹിം നബി എന്ന എബ്രഹാം അതിൽ നിന്നാണെന്ന് ബോധ്യപ്പെടുത്തി ഈ രാജ്യങ്ങളെ എല്ലാം കൂടി കൂട്ടിക്കെട്ടാൻ വേണ്ടി നടത്തിയ അമേരിക്കൻ ശ്രമം ഏതാണ്ട് പാതി വഴിയിൽ വിജയത്തിലെത്തുമ്പോഴാണ് ഫലസ്തീനിലെ അക്രമം തുടങ്ങി വെച്ചതും അവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ സിറ്റുവേഷൻ ഉണ്ടാവുകയും ഇപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെത്തിയത്. ഇനി ഒരു ഇസ്രയേൽ പ്രേമവുമായി ഒരറബ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. എന്നാലോചിച്ച് നോക്കണം,
തങ്ങളെ ഇറാൻ ആക്രമിച്ചുവെങ്കിലും ഇസ്രയേലിനോട് പ്രതിരോധിക്കുന്ന അഭിമാനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും ഇറാനോടാണ് മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ ജനങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചത് എന്ന ബോധ്യം അവിടെ ഭരിച്ചിരുന്ന ഭരണകൂടങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇസ്രയേലുമായി മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ അഞ്ചാമത്തെ നേട്ടമാണ് ഇനിയും പ്രധാനമായി ഈ യുദ്ധത്തിൽ ഇറാൻ നേടിയത്. അത് വേറൊന്നുമല്ല, സൗദി അറേബ്യ ആവട്ടെ, UAE ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, മറ്റേത് അറബ് രാജ്യങ്ങളാകട്ടെ, ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറാനുമായി അല്പം അകന്നു നിൽക്കുന്നത് ബഹ്റൈനും കുവൈറ്റും മാത്രമാണ്. ബഹ്റൈൻ അകന്നു നിൽക്കുന്നതിൻ്റെ കാര്യം 5th ഫ്ലീറ്റ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ബഹ്റൈനിൽ ഷിയ സാന്നിധ്യം വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഷിയാക്കളെ ഇളക്കി വിട്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഭരണം ഇല്ലാതാക്കുമോ എന്ന ഭയം കൊണ്ട് അമേരിക്കയും ഇസ്രയേലും കൂടെ നിൽക്കുന്നത് സുരക്ഷിതമാണെന്ന് കരുതിയാണ് ബഹ്റൈൻ അങ്ങനൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നത്. സൗദി അറേബ്യ പരമ്പരാഗതമായ നിലപാട് മാറ്റുന്നു, UAE മാറ്റുന്നു. UAE ഇറാന് കാശ് കൊടുത്തു എന്നൊരു വാർത്ത വരികയും ഇപ്പോൾ UAE അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരെ എത്തിപ്പെട്ടതോടുകൂടി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ സമവാക്യങ്ങൾ അത് കൂടുതൽ ശക്തമാകുകയും അമേരിക്കൻ സ്വാധീനവും ഇസ്രയേലി സ്വാധീനവും ഗണ്യമായി കുറയുന്നതിനും ഈ യുദ്ധം വഴിയൊരുക്കി. ഈ 5 കാരണങ്ങളാണ് ഈ ഫലസ്തീനിലെ മനുഷ്യരുടെ രക്തം കൊണ്ട് സമർപ്പിതമായ ആ നാടിൻ്റെ മക്കളുടെ രക്തം മറ്റൊരു ഉത്തേജനത്തിന്, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വഴിതെളിക്കപ്പെടും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ.